പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം എന്നൊരു പരാതി. കൊച്ചി കലൂരിലെ വീട്ടിൽ നിന്ന് 20 കോടിയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്നാണ് പരാതി. പരോളിൽ കഴിയുന്ന മോൻസനുമായി പോലീസ് പരിശോധന നടത്തി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, 20 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നതൊക്കെ മോൻസൺ മാവുങ്കൽ പറയുന്നതാണോ? എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഈ മോഷണം നടന്നു എന്നത് കണ്ടെത്തിയത്? എപ്പോഴാണ് സംഭവം എന്നതൊക്കെ കൃത്യമായി അറിയാൻ പറ്റിയോ? അനുജ, നിലവിൽ ഈ കലൂരിലെ വീട് പുരാവസ്തു തട്ടിപ്പ് കേസ് അന്വേഷണത്തിന് ശേഷം വീട്ടിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ മോൻസന് കൈമാറാൻ കോടതി ഉത്തരവിട്ടിരുന്നു. മോൻസൺ നിലവിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. പക്ഷേ ഇന്ന് ഈ പുരാവസ്തുക്കൾ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മോൻസൺ കലൂരിലെ വീട്ടിലെത്തിയത്. അതിനിടയിലാണ് വീടിന്റെ ഒരു വശത്തുള്ള വാതിൽ പൊളിച്ച് ആരോ അകത്ത് കയറി ഈ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോയി എന്നുള്ള കാര്യം മോൻസൺ അറിയുന്നത്. തുടർന്ന് ഈ വീട്ടുടമസ്ഥർ, മോൻസന്റെ വീടല്ല, മോൻസൺ വാടകയ്ക്കെടുത്ത വീടാണ്, ആ വീട്ടുടമസ്ഥർ കലൂർ നോർത്ത് പോലീസിൽ പരാതി നൽകി. പിന്നാലെ മോൻസനോടൊപ്പം പോലീസ് എത്തി ആ വീട്ടിൽ പരിശോധന നടത്തി. ആ ഘട്ടത്തിലാണ് മോൻസന്റെ അഭിഭാഷകനോട് പറഞ്ഞത് 20 കോടി രൂപയുടെ പുരാവസ്തുക്കൾ ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട് എന്നാണ് മോൻസന്റെ അവകാശവാദം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ഇരുന്നൊരു വീടായിരുന്നു അത്. പിന്നീട് ഇതൊന്നും തൊണ്ടിമുതലുകളല്ല, ഇത് മോൻസന് കൊണ്ടുപോകാമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇത് മാറ്റാൻ വേണ്ടി എത്തിയപ്പോഴാണ് മോഷണവിവരം പുറത്തറിഞ്ഞത്. നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വീടിരിക്കുന്ന ഘട്ടത്തിലും അവിടെ മോഷണം നടന്നിരുന്നു. പക്ഷെ അതിന്റെ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല. അതുപോലെ ഈ അന്വേഷണവും പോകരുത് എന്ന് മോൻസൺ പറയുന്നു. മോൻസൺ ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് വീട്ടുടമസ്ഥർ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ? 20 കോടി എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാരമല്ലല്ലോ വിഷ്ണു. അനുജ, ഇത് മോൻസന്റെ വാക്കുകളാണ്. മോൻസന്റെ വാക്കുകൾ ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് 20 കോടി എന്നുള്ളത് വളരെ എക്സാജറേറ്റഡ് ആയി തന്നെ പോലീസ് കരുതുന്നുണ്ട്. മോഷണം നടന്നു എന്നുള്ളത് ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വാതിലടക്കം ചവിട്ടിപ്പൊളിച്ച രീതിയിലാണ് അവിടുത്തെ CCTV തകർത്തെറിയുകയും ചെയ്തിട്ടുണ്ട്. മോഷണം എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു. അപ്പോഴും ഇത്തരം എമൗണ്ടുള്ള വസ്തുക്കളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സമീപ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ വർഷം തന്നെ സമാനമായ രീതിയിൽ ഒരു മോഷണശ്രമം അവിടെ നടന്നിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തിയോടെ വിശദമായ പരിശോധനയൊക്കെ നടന്നിരുന്നു. എന്നാൽ മോഷ്ടാക്കളെ കണ്ടെത്താനായില്ല. ഇതല്ല എങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രീ പ്ലാൻഡ് ഗെയിമിന്റെ ഭാഗമായാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്നൊരു സംശയവുമുണ്ട്. പക്ഷേ ഇതെല്ലാം സ്ഥിരീകരിക്കണമെങ്കിൽ ആ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. അനുജ, ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെയാണ്. അതിൽ 2 തവണ മോഷണം പോയി എന്ന് പറയുമ്പോൾ ഇനി ബാക്കി എന്താണ് അവിടെ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ വിഷ്ണു. അനുജ, അവിടെ ഇനിയും വസ്തുക്കളുണ്ട്, ഒരുപാട് വസ്തുക്കൾ ഇനിയും ഉണ്ട്. അവിടെ ഒരുപക്ഷെ ഒരു മോൻസൺ പറയുന്നതനുസരിച്ച് അവിടെ 50 കോടിയുടെ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് മോൻസന്റെ ഒരു വെർഷൻ. അതിൽ 20 കോടിയുടെ വസ്തുക്കളാണ് ഇപ്പോൾ മോഷണം പോയത്. അവിടെ ഇനിയും ചില ആന്റിക് പീസുകൾ എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ അവിടെ ഇപ്പോഴും ഉണ്ട്. ഒരു വട്ടത്തിൽ അത് ഈ ക്രൈംബ്രാഞ്ച് തുറന്ന് അതിന്റെ അകത്ത് പരിശോധന നടത്തിയ ഘട്ടത്തിൽ നമ്മളും അതിനകത്ത് കയറിയതാണ്. ആ ഘട്ടത്തിലൊക്കെ അവിടെ ഒരുപാട് വസ്തുക്കൾ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതെല്ലാം ഇത്രത്തോളം മൂല്യമുണ്ടോ എന്നതാണ് അവിടെ ഉദിക്കുന്ന ചോദ്യം. പക്ഷേ അതെല്ലാം നേരത്തെ തൊണ്ടിമുതലിന്റെ ഭാഗമാക്കിയിരുന്നെങ്കിലും പിന്നീട് കോടതി ഇടപെട്ടതെല്ലാം മോൻസന് കൊണ്ടുപോകും. അതെല്ലാം രാജവസ്തുക്കളാണ്, അത് പുരാവസ്തുക്കളല്ല എന്ന് അറിഞ്ഞ പശ്ചാത്തലത്തിൽ അതെല്ലാം മോൻസന് തന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയായിരുന്നു. ആ വസ്തുക്കളിൽ നിന്നാണ് ഇപ്പോൾ ചില സാധനങ്ങൾ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി മോൻസന്റെ വീട്ടുടമസ്ഥർ പരാതി നൽകിയിരിക്കുന്നത്. മോൻസനും സമാനമായ പരാതി നൽകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ മറ്റു വീടുകളിലൊക്കെ മോഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധനയും നോർത്ത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ക്ലിയർ പിക്ചറിലേക്ക് എത്താം എന്നാണ് ലഭ്യമാകുന്ന വിവരം. പരോളിന് ശേഷം 1 ദിവസത്തേക്ക് വേണ്ടിയാണ് മോൻസനെ പരോളിന് അനുവദിച്ചത്. പരോളിന് ശേഷം മോൻസൺ ഇന്ന് വീണ്ടും വിയ്യൂരിലേക്ക് പോകും. പോക്സോ കേസുമായി ബന്ധപ്പെട്ട മോൻസൺ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.